ഓം ശാന്തി. ജീവിതത്തിൽ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക എന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പലപ്പോഴും എന്തെങ്കിലും ഒരു സംഘർഷങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു വിപരീതമായ പരിതസ്ഥിതികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മനസ്സ് കഴിഞ്ഞുപോയതായിരിക്കുന്ന ആപത്തുകളെ, വിഷമങ്ങളെ, ദുഃഖങ്ങളെയൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മളെ കുറേ കൂടെ ആഴമുള്ള വേദനയെ അനുഭവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. എന്നാൽ ഇത്തരം സ്വഭാവങ്ങളെ അതിജീവിക്കാൻ വേണ്ടി നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും, അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ സ്വയം നമ്മളെ തന്നെ ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കാര്യം പോലെ ഈ കാര്യം ആയിക്കൊള്ളുന്നില്ല, ഈ നിമിഷത്തിൽ ഇതങ്ങനെയല്ല സംഭവിക്കുക എങ്കിലോ എന്ന് സ്വയം നമ്മളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആര് ഈ നിമിഷത്തിൽ ജീവിക്കുന്നോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഈ നിമിഷത്തിൽ നമ്മുടെ സന്തോഷം നമുക്ക് വലിയ വലിയ ദുഃഖങ്ങളെപ്പോലും ജീവിതത്തിന് ഒഴിവാക്കിയിരിക്കും. ഇന്നൊരു കൊച്ചു കഥ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു എഫിഷ്യൻ്റ് ആയിരിക്കുന്ന, സമർത്ഥനായിരിക്കുന്ന ഒരു മന്ത്രിയും രാജാവും ഉള്ളതായിരിക്കുന്ന നല്ലൊരു രാജ്യം. രാജാവും മന്ത്രിയും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളെപ്പോലെയായിരുന്നു. രാജാവിന് എന്തിലും ഏതിലും തുണയായും ശക്തിയായിട്ടും മന്ത്രി ഉണ്ടായിരുന്നു പോലും. ഒരിക്കൽ ആ മന്ത്രിയുടെ കയ്യിൽ നിന്ന് തിരുത്താൻ പറ്റാത്ത വലിയൊരു അപരാധം സംഭവിച്ചു പോവുകയാണ്. രാജാവിന് വിഷമത്തോടു കൂടിയാണെങ്കിൽ പോലും ആ ഒരു കുറ്റകൃത്യം ചെയ്തൊരാൾക്ക് വധശിക്ഷ വിധിച്ചേ പറ്റൂ എന്നൊരവസ്ഥ വന്നു. ക്രോധവും സങ്കടവും കൊണ്ട് രാജാവ് വധശിക്ഷ വിധിച്ചു മന്ത്രിക്ക് വേണ്ടി. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മന്ത്രിയെ തൂക്കിലേറ്റണം എന്നതായിരിക്കുന്ന ഓർഡർ ഇടുകയാണ്. ഈ സന്ദേശവും കൊണ്ട് രാജാവിൻ്റെ സന്ദേശവാഹകന്മാരെ പടയാളികൾ മന്ത്രിയുടെ വീട്ടിലെത്തുന്ന സമയത്ത് മന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ്. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആടി പാടി നടക്കുന്നതായിട്ടുള്ള ആ സദസ്സിൽ പോയിട്ട് എങ്ങനെ പറയുമെന്ന് പടയാളികൾ പോലും വിഷമിച്ചു പോയി. എന്നാലും രാജാജ്ഞയല്ലേ, പറയാതിരിക്കാനാവില്ല. അവർ പോയിട്ട് മന്ത്രിയുടെ അടുത്ത് കാര്യം പറയുകയാണ്. ആ കാര്യം അറിഞ്ഞപ്പോൾ അതുവരെ പാട്ടും സംഗീതവും നൃത്തവും കൊണ്ട് ആനന്ദം കൊണ്ട് നിറഞ്ഞാടിയിരുന്ന സദസ്സ് ദുഃഖത്തിൽ ആഴ്ന്നു പോവുകയാണ്. അപ്പം മന്ത്രി പറയും, എന്തായാലും ഈ നിമിഷത്തിൽ എൻ്റെ വധശിക്ഷ നടപ്പിലാക്കുന്നില്ലല്ലോ, ആ തെറ്റിന് ശിക്ഷ എനിക്ക് കിട്ടേണ്ടത് മന്ത്രിയായ സ്ഥിതിക്ക് എനിക്കും അറിയാം, ഞാനതിന് അർഹനാണ്. പക്ഷേ വൈകിട്ട് 6 മണി വരെ അത് നീട്ടിവെച്ച എൻ്റെ രാജാവിനോട് എനിക്ക് താങ്ക്സ് ഉണ്ട്. എൻ്റെ സെലിബ്രേഷൻ പൂർണ്ണമാവട്ടെ. നിങ്ങളിങ്ങനെ കരയാനും വിഷമിക്കാനും നിൽക്കാതെ ഇന്നത്തെ ഈ നിമിഷം എൻ്റെ ലാസ്റ്റ് ആഘോഷം എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് പാടാനും സന്തോഷിക്കാനും തയ്യാറാവണമെന്ന് പറയുകയാണ്. പലരും ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാറി നിന്ന് കരഞ്ഞുകൊണ്ടാണെങ്കിലും പല ദൃശ്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നെങ്കിലും വീണ്ടും വന്ന ബന്ധുക്കളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ആടാനും പാടാനും ഡാൻസും പാട്ടുമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ടും അവരെ വീട്ടിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നുള്ള വാർത്ത കേട്ടിട്ട് കാണാൻ വേണ്ടി നേരിട്ട് രാജാവ് തന്നെ വരികയാണ്. രാജാവിനെ കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് കാലിൽ തൊട്ട് വന്നിച്ചിട്ട് രാജാവിനോട് പറയും, ഞാൻ അങ്ങയോട് എന്നെന്നും കടപ്പെട്ടവനായിരിക്കും. എൻ്റെ തെറ്റിന് ശിക്ഷ ഞാൻ തീർച്ചയായിട്ടും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. പക്ഷേ അത് വൈകുന്നേരം 6 മണി വരെ നീട്ടി വെച്ചിട്ട് അങ്ങ് എനിക്ക് ഇന്ന് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ചാൻസ് തന്നല്ലോ, താങ്ക് യു എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവ് കണ്ണു നിറഞ്ഞുകൊണ്ട് പറയും, ഇത്രയും അധികം തൻ്റെ ജീവിതത്തിൽ ഏത് നിമിഷത്തിലും നന്മയെ കാണാൻ ശ്രമിക്കുന്ന നിന്നെ ഒരിക്കലും ഒരു വധശിക്ഷയ്ക്ക് വിധിക്കാനൊന്നും സാധ്യമല്ല. നിൻ്റെ ശിക്ഷ ഞാൻ തന്നെ റദ്ദാക്കുകയാണ്. തിരുത്താൻ എന്ത് വേണോ അതിനുള്ള പ്ലാൻ നീ കണ്ടെത്തൂ, അല്ലാതെ ഒരിക്കലും നിന്നെ ഞാൻ വധശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല എന്ന്. സന്തോഷം കൊണ്ട് ആ നിമിഷം മുതൽ ആഘോഷം വീണ്ടും അതിൻ്റെ 10 മടങ്ങ് ആഘോഷമായിട്ട് മാറുകയാണ്. ഏത് നിമിഷത്തിലെ ലൈഫിൽ ഏറ്റവും വലിയ മോശമായ അവസ്ഥ വരുന്നു എന്ന് തോന്നുമ്പോൾ പോലും തൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം ഞാൻ ആസ്വദിക്കട്ടെ എന്ന് തോന്നുന്ന ഒരുപാട് ആളുകളുടെ കഥ മുന്നും ഞാൻ പല വീഡിയോയും ഈ ടോപ്പിക്കിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കണം. കുറേ ആളുകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം എൻ്റെ മുന്നിലെത്തി എന്നും എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നും മനസ്സിലായ നിമിഷത്തിൽ തൻ്റെ മരണം കാത്തു കിടന്ന് ഇനി ശരി ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഉറങ്ങിയ ദ പവർ ഓഫ് നൗ എന്ന ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൽ നിങ്ങൾ അയാളുടെ കഥ നോക്കിയാൽ അറിയാം. ആ നിമിഷം മുതൽ അയാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ രോഗം കുറഞ്ഞു, പതുക്കെ ജീവിതത്തിലേക്ക് വന്നു, ജീവിതം നേടിയെടുത്തതായിട്ടുള്ള കഥ. അങ്ങനെ കാറോടിക്കുമ്പോൾ മഞ്ഞിൽ വീണ് നീ മരിക്കല്ലാതെ വേറെ രക്ഷയില്ല എന്ന് കണ്ട നിമിഷത്തിൽ അവസാന കാഴ്ച കാണാൻ ശ്രമിച്ച ആളുടെ കഥയും ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇല്ല, ഒരു 3 മാസമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഇനി 3 മാസമേ ഉള്ളൂ, എന്നാൽ നന്നായിട്ട് ആസ്വദിക്കട്ടെ എൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് ചിന്തിച്ച ആൾ രോഗം മാറി തൻ്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ ആ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സന്തോഷങ്ങളെയും വലിച്ചു കൊണ്ടുവരാനുള്ള ഘടകമായിട്ട് മാറും. അതുകൊണ്ട് ഒട്ടും വിഷമിക്കാതെ ജീവിതത്തിൽ എന്ത് തന്നെ മോശമായ അവസ്ഥ നടക്കട്ടെ, ഈ നിമിഷം എനിക്ക് ആനന്ദിക്കാൻ കഴിയുമെങ്കിൽ ആ നിമിഷത്തിൽ ജീവിക്കുക, ആ നിമിഷം ആസ്വദിക്കുക, ആ നിമിഷം ആനന്ദിക്കുക. ആ ആനന്ദം ജീവിതത്തിലേക്ക് ആനന്ദത്തെ ആകർഷിച്ചു കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതം ആനന്ദപൂരിതമാകും. എന്നും ജീവിതം ആനന്ദപൂരിതമാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.